ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നരഭോജികളെക്കുറിച്ചും അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ചും. ഈ നരഭോജികൾ രണ്ട് വിധത്തിലുണ്ട്. അതിൽ ആദ്യത്തേത് പുരാതന കാലത്തെ നരഭോജികൾ. പുരാതന കാലത്തെ നരഭോജികൾ ഇതര സമുദായത്തിലെ മനുഷ്യരെ കുത്തിക്കൊന്ന് ചുട്ടു തിന്നുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെ തങ്ങളുടെ വിശപ്പടക്കുന്നു. എന്നാൽ ആധുനിക കാലത്ത് സംസ്കാര സമ്പന്നമെന്നറിയപ്പെടുന്ന ഈ ആധുനിക കാലത്ത് നരഭോജികൾ അന്യസമുദായത്തിലെ മനുഷ്യരെ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ മനുഷ്യരെ കൊല്ലാറുണ്ടെങ്കിലും പരസ്യമായി തിന്നാറില്ല. ഒന്ന് മീഡിയകളുടെ വളർച്ച. ലോകത്തിൻ്റെ ഏത് മൂലയിൽ എന്ത് സംഭവം നടന്നാലും ആ നിമിഷം തന്നെ ഇന്ന് ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും അറിയും എന്നുള്ളൊരു കാരണത്താൽ ഇക്കാലത്ത് നരഭോജികൾ കൊല്ലാറുണ്ടെങ്കിലും ചുട്ട് തിന്നാറില്ല. ഇക്കാലത്തെ നരഭോജികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അവർക്ക് ഇഷ്ടമില്ലാത്ത സമുദായത്തെ, അവർക്ക് ഇഷ്ടമില്ലാത്ത സമൂഹത്തെ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഒരു നരഭോജി തൻ്റെ തൊട്ട അയൽവാസി, അവന് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഒരു സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനെ ഏതെങ്കിലും വിധത്തിൽ ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കുക. അതാണ് ആധുനിക കാലത്തെ നരഭോജിയുടെ പ്രധാന ലക്ഷ്യം. നരഭോജി തനിക്കിഷ്ടമില്ലാത്ത തൻ്റെ അയൽവാസി ഭീകരവാദിയാണെന്ന് വിളിച്ചു പോകുന്നു. പക്ഷേ ഈ നരഭോജിയുടെ വീട്ടിലുള്ള എല്ലാവരും അക്കാര്യം സമ്മതിക്കണമെന്നില്ല. കാരണം നരഭോജിയുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അയൽപ്പക്കത്തുള്ള സ്ത്രീകളെ കൃത്യമായിട്ട് അറിയാം. അവർ പരസ്പരം സമ്പർക്കം വെച്ച് പുലർത്തുന്നവരാണ്. അതേപോലെ തന്നെ നരഭോജിയുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് അയൽവാസിയുടെ വീട്ടിലുള്ള കുട്ടികളെ കൃത്യമായിട്ട് അറിയാം. അവർ പരസ്പരം സമ്പർക്കം വെച്ച് പുലർത്തുന്നവരാണ്. അപ്പോൾ നരഭോജിയുടെ അയൽവാസി ഒരിക്കലും ഒരു ഭീകരവാദി അല്ല എന്നുള്ള കാര്യം നരഭോജിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ നരഭോജിക്ക് തൻ്റെ അയൽവാസി ഒരു ഭീകരവാദിയാണെന്ന് ചിത്രീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവൻ ചെയ്യുന്നത് സ്വന്തം വീട്ടിലെ അംഗങ്ങളെ തന്നെ വകവരുത്തി ആ കുറ്റം അയൽവാസിയുടെ തലയിൽ വെച്ച് കിട്ടുകയും എന്നിട്ട് അയൽവാസിയെ ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കുകയുമാണ് ആധുനിക കാലത്തെ നരഭോജികൾ ചെയ്യുന്നത്. നരഭോജിയുടെ വീട്ടിൽ തൻ്റെ മാതാവ് ഉണ്ടാവും. പിതാവ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറില്ല. പിതാവിനെ അവൻ നരഭോജി നേരത്തെ തന്നെ ചവിട്ടി കൊന്നിട്ടുണ്ടാവാം. അപ്പോൾ നരഭോജിയുടെ വീട്ടിൽ മാതാവ് ഉണ്ടാവാം, സഹോദരിമാരുണ്ടാവും, സഹോദരി ഭർത്താക്കന്മാരുണ്ടാവില്ല. അവർ മിക്കവാറും ചിലരൊക്കെ പിണങ്ങിപ്പോയിട്ടുണ്ടാവും. ഇവൻ്റെ ഈ നരഭോജിത്വം, ഇവൻ്റെ ഈ കാടത്വം കാരണം അവരൊക്കെ പിണങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ സഹോദരിമാരുണ്ടാവും, ഭാര്യയുണ്ടാവും, മക്കളുണ്ടാവും. ഈ നരഭോജിക്ക് മക്കളുടെ പിന്തുണയാണ് ലഭിക്കേണ്ടതെങ്കിൽ അവൻ കിടപ്പിലായ അമ്മയെ ചുട്ടുകൊല്ലുകയും എന്നിട്ട് ആ കുറ്റം അയൽവാസിയുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. ഇനി നരഭോജിക്ക് തൻ്റെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ, അതായത് മാതാവിൻ്റെയും സഹോദരിമാരുടെയും ഭാര്യയുടെയും പിന്തുണയാണ്, സപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ ആ നരഭോജി തൻ്റെ മക്കളിൽ ഒരാളെ തന്നെ നിഷ്കരണം കൊല്ലുകയും എന്നിട്ട് ആ കുറ്റം അയൽവാസിയുടെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യും. ഇതാണ് ആധുനിക കാലത്തെ നരഭോജികൾ സാധാരണ ചെയ്തു വരുന്നത്. ഏതൊരു ഭീകരാക്രമണം എടുത്തു പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സാധ്യതയാണ്. ഭീകരാക്രമണം നടന്ന് ഏതാനും നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആരാണ് ഭീകരപ്രവർത്തനം നടത്തിയതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും ഭരണകൂടം വിളിച്ചു പറയുകയും എന്നിട്ട് ആ പ്രതികളെ നിമിഷങ്ങൾക്കകം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭീകരപ്രവർത്തനത്തിൽ മരിച്ചവർ എത്ര പേർ മരിച്ചു, ആ മരിച്ചവർ ആരൊക്കെ എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ ആരാണ് ഭീകരാക്രമണം നടത്തിയതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും ഭരണകൂടം വിളിച്ചു പോകുന്നു. ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് ഇതിന് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭീകരാക്രമണത്തിന്റെ തിരക്കഥയിൽ നേരത്തെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ് ആരുടെ മേലാണ് ഈ കുറ്റം ചാർത്തേണ്ടതെന്നും ആരെയൊക്കെയാണ് പ്രതികളായി പിടിക്കേണ്ടതെന്നും തിരക്കഥയിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ്. പക്ഷേ ഭീകരാക്രമണത്തിൽ ആരൊക്കെയാണ് മരിക്കുക, എത്ര പേരാണ് മരിക്കുക എന്നുള്ള കാര്യങ്ങൾ തിരക്കഥയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര പേർ മരിച്ചു, ആരൊക്കെ മരിച്ചു എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ആരാണ് ഭീകരാക്രമണം നടത്തിയതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നുമുള്ള വിവരം നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഭീകരാക്രമണം നടത്തിയിട്ട് നരഭോജി പിടിക്കപ്പെട്ട ഈ നരഭോജി പിടിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. ഒരു സമൂഹത്തിലെ മനുഷ്യർ മുഴുവനും നരഭോജികളാകണമെന്നില്ല. ഇനി ഒരു സമൂഹത്തിലെ മനുഷ്യർ മുഴുവനും
നരഭോജികളാണെങ്കിൽ തന്നെ അവർക്ക് ഒരേ സമയത്ത് കാടത്വം കാണിക്കാൻ സാധിക്കണമെന്നില്ല. കാരണം ചിലരുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ കല്യാണം കഴിയുന്നത് വരെ അവർ ലോകത്ത് സമാധാനം ആഗ്രഹിക്കും. ചിലരുടെ വീട് പണി പൂർത്തിയായിട്ടുണ്ടാവും. അപ്പോൾ വീടിൻ്റെ കുടിയിരിക്കൽ കഴിയുന്നവരെ അവർ ലോകത്ത് സമാധാനം ആഗ്രഹിക്കും. അങ്ങനെ പലർക്കും പല ലക്ഷ്യങ്ങളുണ്ടാവും. ചിലർക്ക് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവാർഡ് കയ്യിൽ കിട്ടുന്നവരെ അവർ സമാധാനം ആഗ്രഹിക്കും. ചിലർക്ക് അധികാരം ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ദിവസം വരെ അവർ ലോകത്ത് സമാധാനം ആഗ്രഹിക്കും. അക്കാരണത്താൽ ഒരു സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും നരഭോജികളാണെങ്കിൽ തന്നെയും അവർക്കെല്ലാവർക്കും ഒരേ സമയത്ത് നരഭോജികളാകാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില നരഭോജികളുടെ കുതന്ത്രങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാൽ പിടിക്കപ്പെടാം. അങ്ങനെ പിടിക്കപ്പെട്ടാൽ അവൻ പറയുന്നത്, അയ്യോ എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പുറത്തു തരൂ, എനിക്ക് മാപ്പ് തരൂ, ഞാനിത് ആവർത്തിക്കില്ലേ എന്നവൻ നിലവിളിക്കും. ഇതാണ് നരഭോജിയുടെ ഏറ്റവും വലിയ കുതന്ത്രം. ഇവന് മറ്റുള്ളവർ മാപ്പ് നൽകണം. ആ മാപ്പ് ഇവൻ ചോദിക്കുന്നത് കൂടുതൽ കാടത്തങ്ങൾ, കൂടുതൽ തമ്മാടിത്തരങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ അവൻ മാപ്പിന് വേണ്ടി നിലവിളിച്ച് യാചിക്കുമ്പോൾ അക്കാര്യം മറ്റുള്ളവർ, നേരത്തെ പറഞ്ഞ അവൻ്റെ അയൽവാസി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവൻ പറയും, കണ്ട ഇപ്പോൾ ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഞാൻ നിലവിളിച്ച് കേണുകൊണ്ട് മാപ്പിന് അപേക്ഷിച്ചിട്ടും ആരും എനിക്ക് മാപ്പ് തരുന്നില്ല. ആ മാപ്പ് തരാത്തവരൊക്കെ ഭീകരവാദികളല്ലേ? ഭീകരവാദികളല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് എനിക്ക് മാപ്പ് തരുന്നില്ല? ഭീകരവാദികളല്ലെങ്കിൽ അവർ എനിക്ക് മാപ്പ് തരില്ലേ? ഭീകരവാദികളായതുകൊണ്ടല്ലേ അവർ എനിക്ക് മാപ്പ് തരാത്തത്? അപ്പം ഈ നരഭോജി ചെയ്യുന്ന കാടത്തത്തിന് അവൻ്റെ അയൽവാസി മാപ്പ് കൊടുത്തില്ലെങ്കിൽ അതും ഒരു ഭീകര പ്രവർത്തനമായിട്ട് അവൻ്റെ അയൽവാസിയുടെ തലയിൽ വെച്ച് കിട്ടണം. ഇനി ആ അയൽവാസി, പാവം അവൻ്റെ അയൽവാസി, നരഭോജിയുടെ അയൽവാസി ഒന്നും തിരിയാതെ ഇവന് മാപ്പ് കൊടുത്തു എന്ന് ധരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അടുത്ത കുതന്ത്രം എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പെൺകുട്ടിയെ തന്നെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ആ കുറ്റവും അവൻ്റെ അയൽവാസിയുടെ തലയിൽ കെട്ടിവെക്കുകയും അങ്ങനെ അവനെ ഭീകരവാദിയെ ചിത്രീകരിക്കുകയുമാണ് ഈ നരഭോജിയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ഒരു നരഭോജിക്ക് സാഹചര്യം അതായതുകൊണ്ട് നമ്മൾ മാപ്പ് കൊടുക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ ഒരിക്കലും അവനെ പൂർണ്ണമായി വിശ്വസിക്കരുത്. അവൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഈ നരഭോജിയുടെ ധാരണ, അതായത് തൻ്റെ സ്വന്തം മാതാവിനെയോ അല്ലെങ്കിൽ സ്വന്തം മക്കളെയോ ചുട്ടുകൊന്നിട്ട് ആ കുറ്റം അയൽവാസിയുടെ തലയിൽ കെട്ടിവെക്കുകയും അവനെ ഭീകരവാദിയായി ചിത്രീകരിക്കുകയും അതിനിടയിൽ പിടിക്കപ്പെട്ടാൽ മാപ്പിന് അപേക്ഷിക്കുകയും അങ്ങനെ മാപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാടത്തങ്ങൾ, കൂടുതൽ തമ്മാടിത്തരങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഈ കുതന്ത്രം മറ്റാർക്കും പിടികിട്ടില്ല എന്നാണ് എല്ലാ നരഭോജികളുടെയും ധാരണ. പക്ഷെ സത്യം അങ്ങനെയല്ല. മനുഷ്യ ചരിത്രം ഭൂമിയിൽ എന്ന് തുടങ്ങിയോ അന്നു മുതൽ തന്നെ നരഭോജികളുടെ കാടത്തവും നരഭോജികളുടെ കുതന്ത്രങ്ങളും മനുഷ്യ ചരിത്രത്തോടൊപ്പം രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. കാല ഫഹ്ബിത് മിൻഹ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ ഫഅഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. അതായത് ആദം എന്ന ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ സൃഷ്ടി പൂർത്തിയായ ആ സന്ദർഭത്തിൽ ദൈവം മാലാഖമാരോടും പിശാച് വർഗത്തോടും കൽപ്പിക്കുന്നു, ആദമിന്റെ മഹത്വത്തിന്റെ പേരിൽ ദൈവത്തിനെ സാഷ്ടാംഗം നമിക്കുക. ഈ കൽപ്പന പിശാച് വർഗത്തിനും മാലാഖമാർക്കും നൽകുന്നത് ജിബ്രീൽ എന്ന ദൂതനാണ്. മാലാഖമാർ മുഴുവനും കൽപ്പന പാലിക്കുന്നു. എന്നാൽ പിശാചിന്റെ നേതാവ് ഇബ്ലീസ് ആ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇബ്ലീസ് അവിടെ ചിന്തിക്കുന്നത്, എന്താണ് ആദമിന് ഇത്ര വലിയ മഹത്വമുള്ളത്? തന്നെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടാണ്, തീജ്വാല കൊണ്ടാണ്. ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം കളിമണ്ണ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആദമിനേക്കാൾ മഹത്വം തനിക്കാണുള്ളത്. താനാണ് തീജ്വാലകൾ കൊണ്ട്, തീനാളങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ. അപ്പൊ താനാണ് മഹത്വമുള്ളവൻ. തൻ്റെ മഹത്വത്തിന്റെ പേരിലാണ് ദൈവത്തിനെ സാഷ്ടാംഗം നമിക്കേണ്ടത്, അല്ലാതെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മഹത്വത്തിന്റെ പേരിലല്ല. അങ്ങനെ ആ ദുഷ്ടചിന്ത മൂലം ഇബ്ലീസ്, പിശാചിന്റെ നേതാവ്, ദൈവത്തിനെ നമിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നു. ദൈവത്തിന്റെ ആ കൽപ്പന നിരസിച്ചതിന്റെ പേരിൽ ഈ പ്രപഞ്ചം മുഴുവനും സ്വർഗതുല്യം ആസ്വദിക്കാൻ കഴിയുന്ന പ്രകൃതത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കുന്നു.
അതായത് അങ്ങനെയുള്ള ഒരു പ്രകൃതത്തിൽ നിന്ന് പിശാചിന്റെ യഥാർത്ഥ പ്രകൃതത്തിലേക്ക് പിശാചിനെ മാറ്റും. ഈ ഘട്ടത്തിൽ പിശാച് ദൈവത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: കാല അൻദർനി ഇല യോമി യുബസു, അതായത് ന്യായവിധി നാള് വരെ എനിക്ക് മാപ്പ് തരിക, എന്നെ ഇതിലും കൂടുതൽ ശിക്ഷിക്കരുത്. അപ്പോൾ ദൈവം മറുപടി നൽകുന്നു: കാല ഇന്നക മിനൽ മുൻതറി. ദൈവം പിശാചിന്റെ ഇബ്ലീസിന്റെ മാപ്പപേക്ഷ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച ഉടനെ ദൈവം തൻ്റെ മാപ്പപേക്ഷ സ്വീകരിച്ചു എന്ന് ബോധ്യമായ ഉടനെ പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്, അത് ശ്രദ്ധിക്കുക. കാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. പിശാചിന്റെ മാപ്പപേക്ഷ ദൈവം സ്വീകരിച്ചപ്പോൾ മേലിൽ ഒരു തെറ്റും ചെയ്യില്ല എന്ന ഒരു തീരുമാനത്തിലെത്തുകയല്ല പിശാച് ചെയ്തത്. പകരം ആ മാപ്പപേക്ഷ ദൈവം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൻ്റെ ശത്രുവായ മനുഷ്യവർഗത്തെ മുഴുവനും പിഴപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുകയാണ് ഇബ്ലീസ് ചെയ്തത്. തനിക്ക് സംഭവിച്ച തെറ്റ് ആദമിൻ്റെ കാരണത്താലാണെന്ന് അവൻ സ്വയം വിലയിരുത്തുന്നു. പിശാചിനോട് ഒരു തെറ്റും ചെയ്യാത്ത ആദമിനെയും അവൻ്റെ സന്താനങ്ങളെയും പിശാച് തൻ്റെ ശത്രുവായി കാണുന്നു. തനിക്ക് സംഭവിച്ച തെറ്റ് ആദം കാരണമാണെന്ന് അവൻ വിലയിരുത്തുകയും അങ്ങനെ സ്വയം സമാധാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് ചരിത്രത്തിലെ ഒരു ഉദാഹരണം. അടുത്ത ഉദാഹരണം ഫറോവ ചക്രവർത്തിമാരുടേതാണ്. ഇസ്രായേൽ സന്തതികളെ അടിമകളാക്കി ഭരിക്കുകയും അവരെ കൊണ്ട് അടിമ വേല ചെയ്യിച്ച് ഈജിപ്ത് എന്ന രാജ്യം സ്വർഗതുല്യമാക്കുകയും ചെയ്തു ഫറോവ ചക്രവർത്തിമാർ. ഇനി അവരുടെ സുഖജീവിതത്തിനിടയിൽ ഈ ചക്രവർത്തിമാർക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിച്ചാൽ അതിൻ്റെ കുറ്റം ഇസ്രായേൽ സന്തതികളുടെ തലയിൽ കെട്ടിവെക്കുകയും അവരെ വകവരുത്തുകയുമായിരുന്നു ഫറോവ ചക്രവർത്തിമാർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫറോവ ചക്രവർത്തിമാർ ഇസ്രായേൽ സന്തതികളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ മോസസ് എന്ന പ്രവാചകൻ അവതരിക്കുന്നത്. മോസസ് പ്രവാചകൻ ഇസ്രായേൽ സന്തതികളെ തൻ്റെ കൂടെ വിട്ടയക്കാൻ ഫറോവ ചക്രവർത്തിയോട് അപേക്ഷിക്കുന്നു. ചക്രവർത്തി സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ സന്തതികൾ ഈജിപ്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈജിപ്ത് നരകതുല്യമായി മാറും. ഈജിപ്തിൽ അടിമവേല ചെയ്യാൻ പിന്നെ ആരുമുണ്ടാവില്ല. അക്കാരണത്താൽ ഫറോവ ചക്രവർത്തി ഇസ്രായേൽ സന്തതികളെ മോസസിന്റെ കൂടെ പോകാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അക്കാര്യമാണ് ഫുർഖാനിലൂടെ വിശദീകരിക്കുന്നത്. فأرسلنا عليهم طوفانا والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: വെള്ളപ്പൊക്കം, വെട്ടുകിളി, പേൻ, തവളകൾ, രക്തം എന്നിങ്ങനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ നേരെ നാം അയച്ചു. അതായത് മിസ്ർ രാജ്യം മുഴുവനും വെള്ളപ്പൊക്കത്താൽ മൂടപ്പെടുന്നു. ആ സമയം ഫറോവ ചക്രവർത്തി മോസസിനോട് യാചിക്കുന്നു: നീ ഈ വെള്ളപ്പൊക്കം മാറ്റിത്തരിക, എങ്കിൽ ഞാൻ ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ അയക്കാം. അങ്ങനെ മോസസിന്റെ ദിവ്യതത്വത്തിലൂടെയും ആ വെള്ളപ്പൊക്കം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഫറോവ വാക്കുമാറി. വീണ്ടും മിസ്ർ രാജ്യം മുഴുവൻ വെട്ടുകിളികളാൽ നിറയപ്പെടുന്നു. ആ സമയത്തും ഫറോവ ചക്രവർത്തി മാപ്പപേക്ഷിക്കുന്നു, വിളിച്ചു കേഴുന്നു, തെറ്റുപറ്റി ഇനി ആവർത്തിക്കില്ലെന്ന് നിലവിളിക്കുന്നു. വീണ്ടും മോസസ് പ്രവാചകൻ തൻ്റെ ദിവ്യ കഴിവ് ഉപയോഗിച്ച് വെട്ടുകിളികളെ മുഴുവനും മിസ്ർ രാജ്യത്തു നിന്ന് ഇല്ലാതാക്കാം. പക്ഷേ ഫറോവ വാക്കുമാറി. പിന്നെ പേൻ, തവളകൾ, രക്തം, അങ്ങനെ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഫറോവ ചക്രവർത്തിക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോഴൊക്കെ നരഭോജികൾ മാപ്പിന് വേണ്ടി വിളിച്ചു കീഴുന്നത് പോലെ ഫറോവ ചക്രവർത്തി മാപ്പിന് വേണ്ടി മോസസിനോട് വിളിച്ചു കീഴുന്നു. ഓരോ തവണയും മോസസ് പ്രവാചകൻ ഫറോവ ചക്രവർത്തിക്ക് മാപ്പ് കൊടുക്കുമ്പോൾ പിന്നെയും വീണ്ടും ഫറോവ ചക്രവർത്തി തൻ്റെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നരഭോജികൾ ചെയ്യുന്ന കുതന്ത്രങ്ങൾ പിടിക്കപ്പെടുമ്പോൾ മാപ്പിനെ അപേക്ഷിക്കുകയും മാപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ ചെയ്തതിനേക്കാൾ വലിയ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഇക്കാലത്തെ നരഭോജികൾ മാത്രമല്ല, മനുഷ്യ ചരിത്രം എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള കുതന്ത്രമാണ്. പക്ഷേ ഇക്കാലത്തെ നരഭോജികൾ ധരിക്കുന്നത് ഈ കുതന്ത്രം തങ്ങളുടെ മാത്രം കണ്ടുപിടുത്തമാണെന്നാണ്. നമുക്ക് ദൈവഭക്തന്മാർക്ക് നരഭോജികളുടെ ഏത് കുതന്ത്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്.
അവരെ നമ്മൾ തീർത്തും അവഗണിക്കുക. അവരെ നമ്മൾ ഒരു വിധത്തിലും ശ്രദ്ധിക്കാതിരിക്കുക. അവരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അവരുടെ മാപ്പിന് വേണ്ടിയുള്ള വിളിച്ചു കേഴൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അവരെ നമ്മൾ തീർത്തും അവഗണിച്ചാൽ അവരുടെ ഒരു കുതന്ത്രങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരില്ല. പൊതുസമൂഹത്തിലെ ദൈവവിശ്വാസികൾ സ്തുതി കീർത്തനങ്ങളിലും നാമജപങ്ങളിലും മുഴുകിയിരുന്നു കൊണ്ട് നരഭോജികളുടെ എല്ലാ കുതന്ത്രങ്ങളും നരഭോജികളെ തന്നെയും നമ്മൾ അവഗണിക്കുക. ദൈവവിശ്വാസികളായ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഏത് സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിവ്യമന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ആ ദിവ്യമന്ത്രം ഉരുവിടാതെ ആസാദി 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 എന്ന് വിളിച്ചു കൂവി നടന്നാൽ നരഭോജികൾക്ക് തങ്ങളുടെ കുതന്ത്രങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയാണ് ചെയ്യുക.